ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ പുഡിങ്ങിലേക്കായിട്ടൊരു 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. അത് ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡ് പോർഷൻസ് ഒന്നും കളഞ്ഞിട്ടില്ല. നിങ്ങൾക്കത് കളയണമെന്ന് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ പുഡിങ്ങിലേക്ക് ആവശ്യമുള്ള 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഈ മുട്ട രണ്ടും നമുക്കൊന്ന് ഉടച്ചിട്ട് അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുകയാണ്. നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാല്, ഞാനൊരു 200 ml പാലാണ് എടുത്തേക്കുന്നത്. ഫുൾ ക്രീം മിൽക്ക് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര. ഇത് നിങ്ങൾക്ക് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ആകാം. ഓരോരുത്തരുടെയും മധുരത്തിൻ്റെ അളവനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പിനടുത്തോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ള് ഉപ്പ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പാലും മുട്ടയും ഈ മിക്സിലേക്ക് നമുക്ക് 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ ഒന്ന് ഉരുക്കി വെച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആയി. ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ബ്രെഡ് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രമാണ് ഇവിടെ എടുത്തേക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ബ്രെഡ് മുറിച്ച് വെച്ചിരുന്നത് അതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക്, ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാലിൻ്റെ കൂട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തേക്കുമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് നല്ലോണം ഇതിനകത്തൊന്ന് സോക്കായി കിട്ടും. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഇത് ഇനിയൊന്ന് ബേക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ബേക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്കിത് സ്റ്റീം ചെയ്തെടുത്താലും മതി. നമ്മൾ സാധാരണ നമ്മുടെ ബ്രെഡ് പുഡിങ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഒരു പ്രഷർ കുക്കറിലോ നമ്മുടെ വെയിറ്റ് ഇടാണ്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുത്താലും യൂസ് ചെയ്യാം. പിന്നെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിന് മുന്നായിട്ട് ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്ലാക്ക് റേസിൻസ്, അതും ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മളൊരു ഗാർണിഷിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്കിനി ഇതൊന്ന് ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 180 ഡിഗ്രിയിൽ ഒരു 15 to 20 മിനിറ്റ്സ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. പുഡിങ് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് പുഡിങ്ങിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ഒരു കസ്റ്റാർഡ് സോസ് അതും കൂടെ അതിൻ്റെ മുകളിൽ നമ്മൾ ഒഴിച്ചിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ തന്നെ ഇതിനകത്തേക്ക് ആവശ്യമുള്ള കസ്റ്റാർഡ് പൗഡർ ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഈ കസ്റ്റാർഡ് പൗഡർ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം കട്ടയില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മുഴുവൻ പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് കട്ട കിട്ടും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിങ്ങനെ കട്ടയില്ലാതെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയൊരു ബൗളിൽ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് കുറച്ച് പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം കട്ടയില്ലാതെ എടുക്കാം. ഇനി കസ്റ്റാർഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പാലിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അത് നമ്മുടെ പാല് നല്ലോണം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇനി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ അത് കട്ടിയാവാൻ തുടങ്ങും. നമുക്കിനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുറുകി കിട്ടും. ഇപ്പോൾ അത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം അടി ചേർത്ത് ഇളക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടും ചെയ്യാം. കുറുകി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം നമ്മുടെ ഈ കസ്റ്റാർഡ് സോസ്. അടി പിടിക്കാതെ ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടും ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് ഗ്യാസ് ചെയ്യാം. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പുഡിങ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം ബേക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ആ മുകളിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഒരു 25 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞെങ്കിലും പക്ഷേ ഞാനൊരു 20 മിനിറ്റിൽ നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരാം. അപ്പോൾ നമുക്കിനി ഇത് ഞാനൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു. ഞാനൊരു പീസ് പുഡിങ് ഒന്ന് അതിനകത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കാൻ നമ്മുടെ കസ്റ്റാർഡിൻ്റെ സോസും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലോ കുറവോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒഴിക്കുക കേട്ടോ. ഞാൻ ഇത്ര ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ പുഡിങ് ഇപ്പോൾ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.